ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും അശ്വിൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റാണ് കേട്ടോ. നമ്മൾ ഇംഗ്ലീഷിൽ ഇതാ ടീം ബ്രെയിൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഇനി നമുക്കതിലെ കുറച്ച് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാ മക്കളും റെഡി ആണല്ലോ. പിന്നെ കഴിഞ്ഞ ദിവസം മിസ്സ് വായിക്കാനായിട്ട് പറഞ്ഞതും ഡിറ്റീഷൻ നടത്താനായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഒത്തിരി മിടുക്കരായിട്ടുള്ള കൂട്ടുകാർ മിസ്സിന് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ബാക്കി ഇനി അയക്കാനായിട്ടുള്ള കൂട്ടുകാർ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ് മുതൽ അയക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരു സോങ് ആണ് അവിടെ തന്നിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, പിക്ചറിൽ നിങ്ങൾക്ക് ആരെ കാണാം? യെസ്, ദ ടീം റെയിൻ അല്ലേ. നമ്മുടെ ടീം റെയിനെ നമുക്ക് അവിടെ കാണാം അല്ലേ. ഓക്കെ മക്കളെ, അവരെവിടെ എത്തിയിട്ടുണ്ട്? നമ്മുടെ റെയിൻബോയുടെ അടുത്തെത്തിയിട്ടുണ്ടല്ലേ. എങ്ങനെയുള്ള റെയിൻബോ ആയിരുന്നു മക്കളെ? യെസ്, ഒരു സർക്കിളിലെ അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു റെയിൻബോ ആയിരുന്നു അവർ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. അതെല്ലാം കണ്ടപ്പം അവർ സന്തോഷത്തോടെ പാടാണ് എന്ത്, നോക്കിക്കേ, വി ഗോട്ട് എ റിംഗ്. എന്താണ് പാടിയത്? വി ഗോട്ട് എ റിംഗ്, എ കളർഫുൾ റിംഗ്, കം സ്വിങ് ഓൺ ഇറ്റ്, ലെറ്റ്സ് സിംഗ് എ സോങ്, സ്വിങ് സ്വിങ് സ്വിങ്, sing sing sing, we got a ring, it is a pretty thing, we got a ring, it is a pretty thing. ഓക്കെ മക്കളെ, അവരെന്താണ് പാടിയിട്ടുള്ളത്? വി ഗോട്ട് എ റിംഗ്, എ കളർഫുൾ റിംഗ്. അവർ പറയുന്നത് എന്താണ്? വി ഗോട്ട് എ റിംഗ്, നമുക്ക് എന്ത് കിട്ടി? ഒരു റിങ് കിട്ടിയില്ലേ. എങ്ങനെയുള്ള റിംഗ് ആണ്? എ കളർഫുൾ റിംഗ്, നല്ല കളർഫുൾ ആയിട്ടുള്ള റിങ് കിട്ടിയില്ലേ. കം സ്വിങ് ഓൺ ഇറ്റ്, ലെറ്റ്സ് സിംഗ് എ സോങ്. എന്താണ് അവർ പറയുന്നത്? കം സ്വിങ് ഓൺ ഇറ്റ് അല്ലേ. ആ സ്വിങ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഊഞ്ഞാലാടാം എന്നാണ് പറയുന്നത്. ലെറ്റ്സ് സിംഗ് എ സോങ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പാട്ടും കൂടി പാടാ എന്ന് പറയാണല്ലേ. എന്നിട്ട് അവർ പറയാണ് സ്വിങ് സ്വിങ് സ്വിങ്, സിംഗ് സിംഗ് സിംഗ്, വി ഗോട്ട് എ റിംഗ്, ഇറ്റ്സ് എ പ്രെറ്റി തിങ്, വി ഗോട്ട് എ റിംഗ്, ഇറ്റ്സ് എ പ്രെറ്റി തിങ്. അവർ വീണ്ടും പാടുകയാണല്ലേ. ഞങ്ങൾക്ക് എന്ത് കിട്ടി? ഒരു റിങ് കിട്ടി, അതൊരു പ്രെറ്റി തിങ് ആണ് എന്നൊക്കെ അവരെന്ത് ചെയ്യാണ്? പാടുകയാണല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും മിസ്സിനോടൊപ്പം ചേർന്നൊന്ന് വായിച്ചേ. വി ഗോട്ട് എ റിംഗ്, എ കളർഫുൾ റിംഗ്, കം swing on it, let's sing a song, swing swing swing, sing sing sing, we got a ring, it is a pretty thing. ഓക്കെ മക്കളെ, എല്ലാവരും വായിച്ചിട്ടുണ്ടോ? ഇനി എല്ലാവരും ഒറ്റയ്ക്കൊന്ന് വായിച്ച് നോക്കിക്കേ. ഒറ്റയ്ക്ക് മിസ് അണ്ടർലൈൻ ചെയ്യാം, അതിനോടൊപ്പം മക്കൾ വായിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് കുറച്ചധികം വായിക്കാനായിട്ട് സമയം ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെക്കുക, അതിനുശേഷം മക്കൾ വായിക്കുക കേട്ടോ. ഓക്കെ, ഇനി കൂട്ടുകാർക്ക് ഡിറ്റേഷനുള്ള വേർഡ്സ് പറഞ്ഞോട്ടെ മക്കളെ. എല്ലാവരും അണ്ടർലൈൻ ചെയ്യുക. ഫസ്റ്റ് വൺ റിംഗ്, റിംഗ്. പിന്നെ കളർഫുൾ, കളർഫുൾ. ദെൻ സ്വിങ്, സ്വിങ്. പിന്നെ സോങ്. ഓക്കെ മക്കളെ, ഏതൊക്കെയാണ്? റിംഗ്, കളർഫുൾ, സിങ്, സോങ്. ഇത്രയും 4 വേർഡ്സാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് മക്കൾ പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, കൂട്ടുകാർക്ക് നമ്മുടെ ടീം ബ്രെയിൻ പാടിയിട്ടുള്ള ആ ഒരു സോങ് ഇഷ്ടപ്പെട്ടോ? നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാല്ലേ. നമ്മുടെ ടീം ബ്രെയിൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? യെസ്, മഴവില്ലിൻ്റെ മുകളിൽ നിന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? സ്നാപ്പ്, ദ റിംഗ് ബ്രോക്ക്, ദ റിംഗ് ബ്രോക്ക്, some pieces fell down. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ദ റിംഗ് ബ്രോക്ക്, റിംഗ് എന്ത് ചെയ്തു മക്കളെ? ബ്രോക്ക്. ബ്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടുകയാണ് പൊട്ടുന്നതിനാണ് ബ്രോക്ക് എന്ന് പറയാം അല്ലേ. പെട്ടെന്ന് എന്ത് ചെയ്തു? റിംഗ് അങ്ങ് പൊട്ടിയില്ലേ. സം പീസസ് ഫെൽ ഡൗൺ, അതിലുള്ള കുറച്ച് കഷ്ണങ്ങളൊക്കെ എന്ത് ചെയ്തു? താഴെ വീണു. മക്കൾക്ക് കാണാമല്ലേ. ഇതൊക്കെ എന്താണ്? നമ്മുടെ റിങ്ങിൻ്റെ, നമ്മുടെ റെയിൻബോയുടെ പീസസ് ആണല്ലേ. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു? അത് പൊട്ടിയിട്ട് അതിലെ കുറച്ച് പീസസ് ഒക്കെ എന്ത് ചെയ്തു മക്കളെ? താഴെ വീണു. നോക്കിക്കുക മക്കളെ, നമ്മുടെ ടീം ബ്രെയിൻ എന്ത് ചെയ്യാണ്? നമ്മുടെ ആമിയും ഋതുവും ഇമയും നീലൊക്കെ എന്ത് ചെയ്യാണ്? താഴേക്ക് വീഴാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ,
നമുക്കവിടെ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ടുണ്ട്. ആക്ടിവിറ്റി 20 ആണ് കേട്ടോ. 20ാമത്തെ ആക്ടിവിറ്റിയാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ഗ്രൂപ്പ് ദി വേർഡ്സ്. നോക്കിക്കാം മക്കളെ, അവിടെ കൂട്ടുകാർക്ക് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ സെയിം സൗണ്ട്സ് വരുന്ന വേർഡ്സിനെല്ലാം ഇവിടെ ഈ ഒരു ഗ്രൂപ്പിലും അതുപോലെ തന്നെ സെയിം സൗണ്ട് വരുന്ന മറ്റു ഗ്രൂപ്പിനെ ഈ രണ്ടാമത്തെ കോളത്തിലും എഴുതണം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? മക്കൾക്ക് ഒന്നുകൂടി മനസ്സിലാവും മിസ്സ് ആ ഒരു തന്നിട്ടുള്ള വേർഡ്സ് വായിക്കുക. ഓക്കെ മക്കളെ, വേർഡ്സ് വായിക്കുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കുക ഒരേ സൗണ്ട് വരുന്നത് ഏതാ എന്നുള്ളത്. അവയെ ഗ്രൂപ്പ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, തിങ്, റിങ്, വിങ്, സിങ്, സ്വിങ്. ഇപ്പം മിസ്സ് വായിച്ചിട്ടുള്ള വേർഡ്സിന് എന്തെങ്കിലും പ്രത്യേകത മക്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഒന്നുകൂടി നോക്കിക്കേ. തിങ്, റിങ്, വിങ്, സിങ്, സ്വിങ്. ഇതിൻ്റെയൊക്കെ സൗണ്ട് എങ്ങനെയാണ് മക്കളെ വരുന്നത് അവസാനത്തിലോട്ട്? യെസ്, ഇങ് എന്നുള്ള സൗണ്ടാണ് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ്? ഒരേ സൗണ്ടുള്ള വേർഡ്സ് ആണ് അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ മക്കളെ. റോ, ബോ, സ്ലോ, യെല്ലോ, ക്രോ. ഇതിലൊക്കെ എന്താണ് മക്കളെ വരുന്നത്? യെസ്, അതൊക്കെ എൻഡ് ചെയ്യുന്നത് സെയിം സൗണ്ടിലാണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ വേണം മക്കൾ എന്ത് ചെയ്യാനായിട്ട്? അത് ക്ലാസിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് റിങ് ആണ് തന്നിട്ടുള്ളത് അല്ലേ? ആ ഒരു ഗ്രൂപ്പിലോട്ട് നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം? യെസ്, സിങ് ഉൾപ്പെടുത്താം അല്ലേ? സിങ്. അതുപോലെ തന്നെ സ്വിങ് ഉൾപ്പെടുത്താം. പിന്നെയോ വിങ് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ തിങ്. ഇത്രയും നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താവുന്നതാണ് അല്ലേ? ദെൻ സെക്കൻഡ് വൺ ക്രോ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ബോ, സ്ലോ, യെല്ലോ, ദെൻ റോ. ഓക്കെ മക്കളെ, അപ്പം ഇത്തരത്തിലാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? ആ തന്നിട്ടുള്ള വേർഡ്സിനെ ഗ്രൂപ്പാക്കി മാറ്റേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ദെൻ നമുക്ക് ബാക്കി നോക്കാം അല്ലേ? എന്താണ് നമ്മുടെ ആമിക്കും ഇമയ്ക്കും ഋതുവിനും അതുപോലെ തന്നെ നമ്മുടെ ബ്രോക്കായി പോയിട്ടുള്ള റെയിൻബോയ്ക്കും സംഭവിച്ചതെന്നുള്ളത്? നമ്മുടെ റെയിൻബോയുടെ കുറച്ച് ഫാളൻ പീസസ് ഇല്ലായിരുന്നോ? വീണ് കിടക്കുന്ന പീസസ്. അതെല്ലാം എന്തായിട്ട് മാറി മക്കളെ? നിങ്ങൾക്ക് അവിടെ പിക്ചറിൽ കാണാം. അതെല്ലാം എന്തായിട്ടാണ് മാറിയത്? യെസ്, അതെന്തായിട്ട് മാറി? ടേൺഡ് ഇൻ ടു ഫ്ലവേഴ്സ് അല്ലേ? ആ ഒരു ഫ്ലവേഴ്സ് ആയിട്ട് മാറിയില്ലേ? ആ വീണ് കിടക്കുന്ന പീസസ് എല്ലാം എന്തായിട്ട് മാറി? ഒരു ഫ്ലവേഴ്സ് ആയിട്ടാണ് മാറിയിട്ടുള്ളത് അല്ലേ? നോക്കിക്കേ മക്കളെ. ദ ഫാളൻ പീസസ് ടേൺഡ് ഇൻ ടു ഫ്ലവേഴ്സ്. ദ ഫ്ലവേഴ്സ് ഫിൽഡ് ദി വാലി. ദ വാലി ബിക്കെയിം കളർഫുൾ. ഓക്കെ മക്കളെ, എന്താണ് സംഭവിച്ചത്? ദ ഫാളൻ പീസസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ആ വീണ് കിടക്കുന്ന ആ ഒരു കഷ്ണങ്ങൾ ടേൺഡ് ഇൻ ടു ഫ്ലവേഴ്സ്. അതെന്തായിട്ട് മാറി? ഫ്ലവേഴ്സ് ആയിട്ട് മാറി. ദ ഫ്ലവേഴ്സ് ഫിൽഡ് ദി വാലി. ഫ്ലവേഴ്സ് എന്ത് ചെയ്തു? ആ വാലിയിൽ മുഴുവൻ അങ്ങ് ഫില്ലായിട്ട് നിന്നു അല്ലേ? നിറഞ്ഞു നിന്നു. ദ വാലി ബിക്കെയിം കളർഫുൾ അല്ലേ? വാലി എന്തായിട്ട് മാറി? നല്ല കളർഫുള്ളായിട്ട് മാറി അല്ലേ? ഓക്കെ മക്കളെ, നമുക്ക് ചേർന്ന് വായിക്കാം. ദ ഫാളൻ പീസസ് turned into flowers. The flowers filled the valley. The valley became colorful. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇവിടെ മക്കൾ അണ്ടർലൈൻ ചെയ്യേണ്ട വേർഡ്സ് ഒന്ന് മിസ് പറയാം. ഫ്ലവേഴ്സ് എന്നുള്ള വേർഡ്സ്, ദെൻ വാലി. ഫ്ലവേഴ്സ്, വാലി, അതുപോലെ തന്നെ കളർഫുൾ. ഫ്ലവേഴ്സ്, വാലി, കളർഫുൾ. എല്ലാ കൂട്ടുകാരും അണ്ടർലൈൻ ചെയ്തോ മക്കളെ? എല്ലാവരും അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, ദെൻ നമുക്ക് ഒരു ആക്ടിവിറ്റി അവിടെയുണ്ട്, അവിടേക്ക് പോവുക കേട്ടോ. ആക്ടിവിറ്റി 21 ആണ് നമുക്ക് ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്. അറേഞ്ച് ദി സെൻറ്റൻസസ് ആസ് ഇൻ ദി സ്റ്റോറി. താഴെ നമുക്ക് കുറച്ച് സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. അത് നമ്മുടെ സ്റ്റോറിയിലുള്ള പോലെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്കവിടെ പിക്ചേഴ്സ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ആ ഒരു സ്റ്റോറിയിലുള്ള ആ ഒരു ഓർഡറിൽ നമുക്ക് അത് വെച്ചിട്ട് ഈ ഒരു സെൻറ്റൻസ് കണ്ടെത്തിയാൽ മതി കേട്ടോ. അത് നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ് നോക്കാം. എന്താണ്? സം പീസസ് ഫെൽ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? കുറച്ച് കഷ്ണങ്ങൾ പൊട്ടി താഴെ വീണു. ടീം റെയിൻ ജംപ്ഡ് അപ്പ് അല്ലേ? ടീം റെയിൻ എന്ത് ചെയ്തു? മുകളിലോട്ട് ചാടി. കം ലെറ്റ്സ് ക്ലൈംബ് ദി ഹിൽ. എല്ലാവരും വരൂ, നമുക്ക് എന്ത് ചെയ്യാം? ഹില്ലിൻ്റെ മുകളിലേക്ക് കയറാം. ദേ സങ് ഓൺ ദി റിങ് അല്ലേ? അവരെന്ത് ചെയ്തു? റിങ്ങിൻ്റെ മുകളിൽ ഊഞ്ഞാലാടി. ഇറ്റ് വാസ് നോട്ട് എ ബൗ, ഇറ്റ് വാസ് എ സർക്കിൾ ഓഫ് കളേഴ്സ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. അതിന് നമുക്ക് എന്ത് ചെയ്യണം മക്കളെ? കറക്റ്റ് ഓർഡറിലോട്ട് മാറ്റണം. നോക്കിക്കേ മക്കളെ, ആദ്യത്തെ പിക്ചറിൽ എന്താണ് വരുന്നത്? യെസ്, നമ്മുടെ ആമിയും ഇമിയും ഋതുവൊക്കെ എന്ത് ചെയ്യണം?
മലയുടെ മുകളിലേക്ക് പോവുകയാണല്ലേ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, 1 എന്നുള്ള നമ്പറിലാണ് നമ്മളത് ചെയ്യേണ്ടത്. ആ ഒരു സെൻറ്റൻസ് എവിടെയാണുള്ളത്, ഇവിടെ മൂന്നാമതായിട്ടാണ് തന്നിട്ടുള്ളത്. അതാണ് ഫസ്റ്റ് 1 കേട്ടോ. ഇവിടെ 1 മക്കളെ എഴുതണം. ദെൻ സെക്കൻഡ് 1 നോക്കിക്കേ മക്കളെ, എന്താണ് പിക്ചർ നോക്കിക്കേ. അവരെന്താ പറയുന്നത്, ഇറ്റ് വാസ് നോട്ട് എ ബൗ, ഇറ്റ് വാസ് എ സർക്കിൾ ഓഫ് കളേഴ്സ് എന്നുള്ളതാണ് അല്ലേ. ഇതിന് മക്കൾ 2 എന്ന് നമ്പർ കൊടുക്കുക കേട്ടോ. എത്ര കൊടുക്കുക മക്കളെ, 2 എന്ന് നമ്പർ കൊടുക്കുക. ദെൻ തേർഡ് 1 നോക്കിക്കുക മക്കളെ, നമ്മുടെ ടീം റെയിൻ എന്ത് ചെയ്യാണ്, ആ ഒരു റെയിൻബോയുടെ അടുത്തേക്ക് ചാടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, 3 എന്ന് നമ്പർ കൊടുക്കുക. ദ ടീം റെയിൻ ജംപ്ഡ് അപ്പ് എന്നുള്ളതിന് നമുക്ക് 3 എന്ന് നമ്പർ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് 1 നോക്കിക്കുക മക്കളെ, നമ്മുടെ ടീം റെയിൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ മുകളിൽ നിന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് ഇവിടെ 4ാമതാണ് വന്നിട്ടുള്ളത്, അത് 4 എന്ന് കൊടുക്കുക. ദെൻ ലാസ്റ്റ് പിക്ചർ നമുക്ക് എന്താണ് കാണുന്നത്, യെസ് ദ റെയിൻബോ എന്തായിട്ടുണ്ട് മക്കളെ, ബ്രോക്ക് ആയിട്ടുണ്ട് അല്ലേ, പൊട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ പൊട്ടിയ പീസുകൾ എന്ത് ചെയ്യാണ്, താഴേക്ക് വീഴാണ്. അപ്പോൾ അതാണ് 5th 1. ഓക്കെ മക്കളെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ നിങ്ങൾ 1 എന്ന് നമ്പർ ഇട്ട സെൻറ്റൻസ് എഴുതണം. സെക്കൻഡ് പിക്ചറിൽ 2 എന്ന് നമ്പർ ഇട്ടത് എഴുതണം. തേർഡ് പിക്ചറിൽ 3 എന്നിട്ടത് എഴുതണം. ഫോർത്ത് പിക്ചറിൽ 4 എന്നിട്ടത് എഴുതണം. ഫിഫ്ത്ത് പിക്ചറിന് നേരെ 5 എന്ന് നമ്പർ ഇട്ടുള്ള സെൻറ്റൻസ് വേണം എഴുതാനായിട്ട്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. അപ്പം ഇത്തരത്തിലാണ് ആ ഒരു ആക്ടിവിറ്റി മക്കൾ അവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് അവിടെ നെയിം ദി പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം തന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കേട്ടോ. ഇത് മക്കൾക്ക് ഹോംവർക്കായിട്ട് മിസ് തരികയാണ്. നെയിം ദി പിക്ചേഴ്സ് അല്ലേ. മിസ് ജസ്റ്റ് ഇപ്പം പറഞ്ഞു തരാം, മക്കൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഇപ്പം സ്കൂളിൽ ഈ ഒരു പോർഷൻ എടുക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക. നമുക്ക് മക്കൾ എന്ത് ചെയ്താലും മതി, നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് ഇതിൻ്റെ പേരുകൾ കറക്റ്റ് ഓർഡറിൽ എഴുതുക കേട്ടോ. ആദ്യം തന്നിട്ടുള്ളത് എന്താണ് മക്കളെ, യെസ് കൈറ്റ് ആണല്ലേ. എന്താണ് തന്നിട്ടുള്ളത്, കൈറ്റാണ്, പട്ടമാണ് തന്നിട്ടുള്ളത്. അപ്പം മക്കൾ അവിടെ എന്ത് എഴുതണം, കൈറ്റ് എന്ന് എഴുതണം. ദെൻ സെക്കൻഡ് 1 എന്താണ് മക്കളെ, യെസ് സണ്ണാണ് തന്നിട്ടുള്ളത് അല്ലേ. ഇനി ബാക്കിയുള്ളത് മക്കൾ ഫൈൻഡ് ചെയ്യണം. ഇതെന്തായിരുന്നു മക്കളെ, എന്തായിരുന്നു, യെസ് ബൈസിക്കിളായിരുന്നു. ഇതെന്തായിരുന്നു, റെയിൻബോ ആയിരുന്നു. ഇതെന്തായിരുന്നു, ഫ്ലവേഴ്സ് ആയിരുന്നു. ഇതെന്താണ് മക്കളെ, യെസ് ട്രീ ആണല്ലേ. അപ്പോൾ അത് മക്കൾ എന്ത് ചെയ്യുക, മക്കളുടെ നോട്ട്ബുക്കിൽ എഴുതുക. നെയിം ദി പിക്ചേഴ്സ് എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുത്തിട്ട് 1 എന്ന് പറഞ്ഞിട്ട് ആദ്യത്തതിൻ്റെ പേര്, 2 എന്ന് പറഞ്ഞ് സെക്കൻഡ് 1ൻ്റെ പേര്, ദെൻ 3, 4, 5 അതുപോലെ 6 ഇത്തരത്തിലെ മക്കൾ ഓർഡറിൽ എഴുതിയിട്ട് മിസ്സിന് അയക്കണം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. ഓക്കെ. ദെൻ നിങ്ങൾക്ക് അവിടെ മറ്റൊരു വായിക്കാനായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് സ്റ്റോറി തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ മക്കളെ, ഹൂ ക്യാൻ ഫ്ലൈ, എന്താണ് ഹൂ ക്യാൻ ഫ്ലൈ എന്നുള്ള സ്റ്റോറിയാണ് തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, ലുക്ക് അറ്റ് ദിസ് പിക്ചർ. വാട്ട് ഡിഡ് യു സീ ഇൻ ദിസ് പിക്ചർ? എന്താണ് നമുക്ക് അവിടെ ചിത്രത്തിൽ കാണാനായിട്ട് പറ്റുന്നത്? യെസ്, അവിടെ 2 കിളികളുണ്ട് അല്ലേ. എന്താണ് മക്കളത്? സ്പാരോസ് ആണ് കേട്ടോ. സ്പാരോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, കുരുവിക്കാണ് നമ്മൾ സ്പാരോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു മമ്മ സ്പാരോയുണ്ട്, ഒരു ബേബി സ്പാരോയുണ്ട് അല്ലേ, ഒരു അമ്മ കുരുവിയുണ്ട്, ഒരു കുഞ്ഞു കുരുവിയുണ്ട്. അപ്പോൾ അവരുടെ ഒരു സ്റ്റോറിയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. മക്കളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട, ജസ്റ്റ് മക്കൾക്ക് അത് വായിച്ച് രസിക്കാനായിട്ട് തന്നിട്ടുള്ളൊരു ഭാഗമാണ്. നോക്കിക്കുക മക്കളെ, ഫസ്റ്റ് പിക്ചറിൽ നിങ്ങൾക്ക് എന്ത് കാണാം? യെസ്, അവിടെ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഫ്ലൈയിങ് കൈറ്റ്സ് അല്ലേ, പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് മക്കളെ പറത്തിക്കൊണ്ടിരിക്കുന്നത്? അവിടെ നോക്കിക്കേ, യെസ് വാലിയിലാണല്ലോ. വാലി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? താഴ്വരയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുക, വാലി എന്ന് പറയുക അല്ലേ. അതായത് മലകൾക്കിടയിൽ, മലയ്ക്കിടയിലുള്ള ആ ഒരു താഴ്ന്ന സ്ഥലത്തെയാണ് നമ്മൾ വാലി എന്ന് പറയുക അല്ലേ. ഓക്കെ, നോക്കിക്കേ മക്കളെ, ചിൽഡ്രൻ വേർ ഫ്ലൈയിങ് കൈറ്റ്സ് ഇൻ എ വാലി, റെഡ് യെല്ലോ ഗ്രീൻ കൈറ്റ്സ് ഓഫ് മെനി കളേഴ്സ് അല്ലേ. കുട്ടികൾ വാലിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. റെഡ് യെല്ലോ ഗ്രീൻ കൈറ്റ്സ് ഓഫ് മെനി കളേഴ്സിലെ പല നിറത്തിലുള്ള കൈറ്റ്സ് ഉണ്ട്, റെഡ് യെല്ലോ ഗ്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ അത് ആര് കണ്ടിരിക്കുന്നുണ്ടായിരുന്നു മക്കളെ? യെസ്, നമ്മുടെ ബേബി സ്പാരോ കാണുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവളുടെ മമ്മയോട് പറയാണ്, ലുക്ക് മമ്മ, ഹൗ നൈസ്, ഐ ടു വാണ്ട് എ കൈറ്റ്. അപ്പോൾ അമ്മയോട് എന്താണ് പറഞ്ഞത്? ലുക്ക് മമ്മ അത് നോക്കൂ, ഐ ടു വാണ്ട് എ കൈറ്റ്, എനിക്കും എന്ത് വേണം? ഒരു കൈറ്റ് വേണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമ്മുടെ മമ്മ എന്ത് പറഞ്ഞു? ഓക്കെ ഡിയർ, ലെറ്റ്സ് മേക്ക് വൺ. എന്താ പറഞ്ഞത്? ഓക്കെ ഡിയർ, ലെറ്റ്സ് മേക്ക് വൺ, നമുക്ക് എന്ത് ചെയ്യാം? ഒരു കൈറ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നെക്സ്റ്റ് പിക്ചർ നോക്കിക്കാൻ മക്കളെ, അവിടെ കൂട്ടുകാർക്ക് എന്ത് കാണാം? നമ്മുടെ മമ്മ സ്പാരോയും ബേബി സ്പാരോയും എന്തുണ്ടാക്കിയിട്ടുണ്ട്? ഒരു കൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. എന്താണ് മക്കളെ കൈറ്റിൻ്റെ കളറ്? യെസ്, റെഡ് കളറുള്ള ഒരു കൈറ്റാണ്. അതിന് ഏത് കളറുള്ള വിങ്സ് ആണുള്ളത് മക്കളെ? ബ്ലൂ കളറുള്ള വിങ്സ് ഉണ്ട്, യെല്ലോ കളറുള്ള ഒരു ടെയിലൊക്കെ ഉണ്ട് അല്ലേ. നോക്കി മക്കളെ,
ദേ മേഡ് എ കൈറ്റ്. അവരെന്ത് ചെയ്തു? ഒരു കൈറ്റ് ഉണ്ടാക്കി. ഇറ്റ് വാസ് എ റെഡ് കൈറ്റ്. അത് ഒരു റെഡ് കളറുള്ള കൈറ്റ് ആയിരുന്നു. വിത്ത് ബ്ലൂ വിങ്സ് അല്ലേ? ഏത് കളറായിരുന്നു ചിറക്? ബ്ലൂ കളറിലാണ്. ആൻഡ് യെല്ലോ ടെയിൽ. ഒരു യെല്ലോ കളർ ടെയിലും ഉണ്ട് അല്ലേ? ഓക്കെ മക്കളെ, ദെൻ നെക്സ്റ്റ് വൺ കൂട്ടുകാർക്ക് എന്ത് കാണാം? അവിടെ നമ്മുടെ ബേബി സ്പാരോ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ബേബി സ്പാരോ ഫ്ലൂ ദി കൈറ്റ്. ദ കൈറ്റ് റോസ് അപ്പ് ഇൻ ദി സ്കൈ. ബേബി സ്പാരോ എന്ത് ചെയ്തു? പട്ടം പറത്തി. ആ പട്ടം ആകാശത്തോട്ട് ഉയർന്ന് പൊങ്ങിയില്ലേ? നോക്കിക്കോ മക്കളെ, പിന്നീട് എന്ത് സംഭവിച്ചു? നമ്മുടെ ബേബി സ്പാരോയുടെ ആ ഒരു കൈറ്റിൻ്റെ ത്രെഡ് എന്തായി പോയിട്ടുണ്ട്? പൊട്ടിപ്പോയിട്ടുണ്ട് അല്ലേ? അതെന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മരത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. നോക്കിക്കോ മക്കളെ, സഡൻലി എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന്. സഡൻലി എ വിൻഡ് ബ്ലോ. സ്നാപ്പ് ദി കൈറ്റ് ലൈൻ സ്നാപ്ഡ്. ദ കൈറ്റ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദി ബ്രാഞ്ച് ഓഫ് എ ട്രീ. പെട്ടെന്ന് എന്ത് ചെയ്തു? ഒരു കാറ്റ് വീശി ആ ഒരു കൈറ്റിൻ്റെ ലൈൻ എന്തായി? അവിടെ പൊട്ടിപ്പോയില്ലേ? എന്നിട്ട് കൈറ്റ് എന്ത് ചെയ്തു? ഗോട്ട് സ്റ്റക്ക് ഇൻ ദി ബ്രാഞ്ച് ഓഫ് എ ട്രീ. ഒരു മരത്തിൻ്റെ കൊമ്പിൽ. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? യെസ്, കൊമ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബ്രാഞ്ച് എന്ന് പറയാമല്ലോ. അപ്പോൾ ഒരു മരത്തിൻ്റെ കൊമ്പിൽ എന്ത് ചെയ്തു? അതങ്ങ് കുടുങ്ങിയില്ലേ? പാവം നമ്മുടെ ബേബി സ്പാരോയ്ക്ക് ഒത്തിരി വിഷമായി. ബേബി സ്പാരോ പറയാണ്, ഹോ മൈ കൈറ്റ്. ബേബി സ്പാരോ ജംപ്ഡ് അപ്പ്. അപ്പം ബേബി സ്പാരോ ഹോ മൈ കൈറ്റ് എന്ന് പറഞ്ഞിട്ട് ബേബി സ്പാരോ എന്ത് ചെയ്യാണ്? ചാടുകയാണല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? പട്ടം കിട്ടാനായിട്ട്. ഐ കാണ്ട് റീച്ച് ദി ബ്രാഞ്ച്. ഹി സ്റ്റാർട്ടഡ് ക്രൈയിങ്. പക്ഷേ നമ്മുടെ ബേബി സ്പാരോയ്ക്ക് ആ ഒരു ബ്രാഞ്ചിലേക്ക് എത്തുന്നുണ്ടോ മക്കളെ? ഇല്ല, അവൾക്ക് അവിടെ എത്തിപ്പെടാനായിട്ട് പറ്റുന്നില്ല അല്ലേ? അവസാനം അവൾ എന്ത് ചെയ്തു? ഹി സ്റ്റാർട്ടഡ് ക്രൈയിങ്. അവന് കരയാനായിട്ട് തുടങ്ങിയില്ലേ? അപ്പോൾ അവിടേക്ക് ആര് വന്നിട്ടുണ്ട് മക്കളെ? യെസ്, ഒരു കൗ വന്നിട്ടുണ്ട് അല്ലേ? എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, ക്യാൻ യു ടേക്ക് മൈ കൈറ്റ്? നിനക്ക് എൻ്റെ പട്ടം എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അല്ലേ? ഓ, ഐ ആം സോറി, ഐ കാണ്ട് ഫ്ലൈ, ഐ ക്യാൻ ഓൺലി വാക്ക്. അപ്പോൾ അവൻ എന്ത് പറഞ്ഞു? ഐ ആം സോറി, ഐ കാണ്ട് ഫ്ലൈ. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? പറക്കാനായിട്ട് കഴിയില്ല. ഐ ക്യാൻ ഓൺലി വാക്ക്. എനിക്ക് നടക്കാൻ മാത്രമേ കഴിയുള്ളൂ എന്ന് അവൻ പറഞ്ഞു അല്ലേ? ഓക്കെ മക്കളെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ. ആരാണ് പിന്നെ അതുവഴി വന്നിട്ടുള്ളത്? യെസ്, നമ്മുടെ സ്നേക്ക് വന്നിട്ടുണ്ട് അല്ലേ? സ്നേക്കിനോട് പറയാണ്, റാറ്റ് സ്നേക്ക്, മൈ കൈറ്റ് ഈസ് സ്റ്റക്ക് ഓൺ ദി ട്രീ, ക്യാൻ യു ടേക്ക് ഇറ്റ് ഫോർ മീ? അതിനോട് എന്താ പറഞ്ഞത്? എൻ്റെ കൈറ്റ് മരത്തിൻ്റെ മുകളിൽ സ്റ്റെക്കായി പോയിട്ടുണ്ട്. ക്യാൻ യു ടേക്ക് ഇറ്റ് ഫോർ മീ? നീ അതെനിക്ക് വേണ്ടിയിട്ട് എടുത്ത് തരുമോ എന്ന് നമ്മുടെ സ്നേക്കിൻ്റെ അടുത്ത് ചോദിച്ചൂലേ? അപ്പോൾ സ്നേക്ക് എന്താ പറഞ്ഞിട്ടുണ്ടായിരിക്കും മക്കളെ? ബേബി സ്പാരോ, ഐ ക്യാൻ ഓൺലി ക്രൗഡ്, ഐ കാണ്ട് ഫ്ലൈ. എനിക്ക് ക്രൗൾ ചെയ്യാൻ അല്ലേ? ക്രൗൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇഴയാനേ കഴിയുള്ളൂ, എനിക്ക് എന്തിന് കഴിയില്ല? പറക്കാനായിട്ട് കഴിയില്ല എന്ന് നമ്മുടെ സ്നേക്ക് പറഞ്ഞു അല്ലേ? ഓക്കെ മക്കളെ, ദെൻ പിന്നെ ആരാണ് അവിടെ വന്നിട്ടുള്ളത്? യെസ്, നമ്മുടെ റാബിറ്റ് ആണ് വന്നിട്ടുള്ളത് അല്ലേ? റാബിറ്റിനോട് എന്താണ് നമ്മുടെ ബേബി സ്പാരോ പറയുന്നത് നോക്കിക്കേ. അങ്കിൾ പ്ലീസ് ഹെൽപ്പ് മീ, മൈ കൈറ്റ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദി ബ്രാഞ്ചസ്. എന്താണ് പറയുന്നത്? എൻ്റെ കൈറ്റ് ആ ഒരു കൊമ്പിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണല്ലേ? എന്നെ സഹായിക്കൂ എന്ന് പറയുകയാണല്ലേ? അപ്പോൾ നമ്മുടെ റാബിറ്റ് എന്താണ് പറയുന്നത്? നോ വേ മൈ ഡിയർ, ഐ ക്യാൻ ഓൺലി ഹോപ്പ്, ഐ കാണ്ട് ഫ്ലൈ. ഇനി ഒരു വഴിയും ഇല്ല അല്ലേ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എനിക്ക് പറക്കാൻ പറ്റില്ല. ഐ ക്യാൻ ഓൺലി ഹോപ്പ്. ഒപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഈ മുയലുകളൊക്കെ ഇങ്ങനെയാണ് സഞ്ചരിക്കുക, ചാടിച്ചാടിയാണ് സഞ്ചരിക്കുക അല്ലേ? അതിനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഹോപ്പ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ, എനിക്ക് പറക്കാൻ കഴിയില്ല എന്ന് ആര് പറഞ്ഞു? യെസ്, നമ്മുടെ റാബിറ്റ് പറഞ്ഞു അല്ലേ? ഓക്കെ, ഇത് നെക്സ്റ്റ് വന്ന് നോക്കിക്കേ. നമ്മുടെ ബേബി സ്പാരോ എവിടേക്കാണ് പോയിട്ടുള്ളത് മക്കളെ? യെസ്, ഫിഷുകളുടെ അടുത്തേക്കാണ് പോയിട്ടുള്ളത് അല്ലേ? അവരോട് പോയി പറയാണ്, മൈ കൈറ്റ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദി ട്രീ. എൻ്റെ കൈറ്റ് എന്തായിട്ടുണ്ട്? ആ ഒരു മരത്തിൻ്റെ മുകളിൽ സ്റ്റെക്കായി പോയിട്ടുണ്ട്. ക്യാൻ യു ഫ്ലൈ ആൻഡ് ടേക്ക് മൈ കൈറ്റ്? നിങ്ങൾക്ക് പറന്ന് പോയിട്ട് എൻ്റെ പട്ടെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണല്ലേ? അപ്പോൾ ഫിഷുകൾ എന്ത് മറുപടി പറഞ്ഞു? വി ക്യാൻ ഓൺലി സ്വിം. ഞങ്ങൾക്ക് എന്തിനേ കഴിയുള്ളൂ? നീന്താനേ കഴിയുള്ളൂ. വി കാണ്ട് ഫ്ലൈ. ഞങ്ങൾക്ക് പറക്കാനായിട്ട് കഴിയില്ല എന്ന് പറയുകയാണല്ലേ? ഓക്കെ മക്കളെ, അപ്പോഴാണ് അതുവഴി ആര് വന്നിട്ടുള്ളത്? യെസ്, നമ്മുടെ മമ്മ സ്പാരോ വന്നിട്ടുള്ളത് അല്ലേ? മമ്മ അപ്പോൾ അവൾ പറയണം, മമ്മ ലുക്ക് മൈ കൈറ്റ് ഈസ് ഓൺ ദി ട്രീ. മമ്മ നോക്ക്, എൻ്റെ കൈറ്റ് എവിടെയാണുള്ളത്? മരത്തിൻ്റെ മുകളിലാണുള്ളത് അല്ലേ? ഹു ക്യാൻ ഗെറ്റ് മൈ കൈറ്റ് ബാക്ക്? ആരാണ് എൻ്റെ കൈറ്റ് തിരിച്ച് കൊണ്ടുതരിക എന്ന് ചോദിക്കുകയാണല്ലേ? അപ്പം നമ്മുടെ മമ്മ സ്പാരോ എന്ത് ചെയ്യാണ്? ചിരിക്കുകയാണല്ലേ? നോക്കിക്കേ, ഹഹ ഐ ക്യാൻ. എനിക്ക് പറ്റും. മമ്മ സ്പാരോ ലാഫ്ഡ് അല്ലേ? എനിക്ക് പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മമ്മ സ്പാരോ എന്ത് ചെയ്യാണ്? ചിരിക്കുകയാണല്ലേ? അങ്ങനെ നമ്മുടെ മമ്മ സ്പാരോ എന്ത് ചെയ്തു മക്കളെ?
പറന്ന് പോയിട്ട് ആ കൈറ്റ് കൊണ്ടു നമ്മുടെ ബേബി സ്പാരോയ്ക്ക് കൊടുക്കുകയാണ് അല്ലേ. മമ്മ സ്പാരോ ഫ്ലൂ അപ്പ് ആൻഡ് took the kite. Dear, here is your kite. Baby sparrow is happy again. നമ്മുടെ മമ്മ സ്പാരോ എന്ത് ചെയ്തു, പറന്ന് ചെന്നിട്ട് ആ ഒരു കൈറ്റ് എടുത്തിട്ട് നമ്മുടെ ബേബി സ്പാരോയ്ക്ക് കൊടുത്തു അല്ലേ. അത് കിട്ടിയ സമയത്ത് നമ്മുടെ ബേബി സ്പാരോ വീണ്ടും എന്തായ മക്കളെ ഒത്തിരി ഹാപ്പി ആയല്ലേ. എന്നിട്ട് അവൾ എന്ത് പറയാണ്, വൺ ഡേ ഐ ടു വിൽ ഫ്ലൈ ലൈക്ക് യു. വൺ ഡേ ഐ ടു വിൽ ഫ്ലൈ ലൈക്ക് യു. ഒരു ദിവസം ഞാനും നിങ്ങളെപ്പോലെ തന്നെ എന്ത് ചെയ്യും, പറക്കുമെന്ന് അവൾ നമ്മുടെ മമ്മ സ്പാരോയുടെ അടുത്ത് പറയാണ്. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് നമ്മുടെ ബേബി സ്പാരോയുടെ സ്റ്റോറി ഇഷ്ടമായോ മക്കളെ? ഇഷ്ടമായിട്ടുണ്ടോ? ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടായിരിക്കും അല്ലേ. ഇനി നമുക്കതിൽ അവിടെ ചെറിയൊരു ആക്ടിവിറ്റി കൂടിയുണ്ട്. കംപ്ലീറ്റ് ദി ഡയലോഗ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ചാപ്റ്ററിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സിന് അവിടെ തന്നിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ള ഡയലോഗ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, നമ്മുടെ സ്നേക്ക് എന്തായിരുന്നു പറഞ്ഞത്? ഐ ക്യാൻ ഓൺലി ക്രൗൾ അല്ലേ, എനിക്ക് ഇഴയാൻ മാത്രമേ കഴിയൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം മക്കൾ അവിടെ എന്ത് എഴുതണം? ക്രൗൾ എന്ന് എഴുതണം. ഐ ക്യാൻ ഓൺലി ക്രൗൾ. ഇനി അടുത്തത് നമ്മുടെ ഫിഷാണ് പറയുന്നത്. എന്താണ്? ഐ കാണ്ട് ഫ്ലൈ, എനിക്ക് പറക്കാൻ പറ്റില്ല. ഐ ക്യാൻ ഓൺലി എന്താണ് പറയുക? ഐ ക്യാൻ ഓൺലി സ്വിം എന്ന് പറയാം അല്ലേ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീന്താൻ മാത്രമേ കഴിയുള്ളൂ എന്ന് പറയാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ്? ആരാണ്? നമ്മുടെ റാബിറ്റ് ആണല്ലേ. അവൻ എന്താണ് പറയുന്നത്? ഐ കാണ്ട്, എനിക്ക് പറ്റില്ല. എന്തിന്? ഐ കാണ്ട് ഫ്ലൈ, എനിക്ക് പറക്കാൻ പറ്റില്ല. ഐ ക്യാൻ, പിന്നെന്ത് പറയും? ഐ ക്യാൻ ഓൺലി ഹോപ്പ്, ഐ ക്യാൻ ഓൺലി ഹോപ്പ് എന്ന് പറയും. ഓക്കെ മക്കളെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരൊറ്റ പ്രവർത്തനം മാത്രമേ നമുക്കുള്ളൂ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റോറി എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ 4th യൂണിറ്റ് ദ ടീം ട്രെയിൻ എന്നുള്ള യൂണിറ്റ് അവിടെ വൈൻഡപ്പ് ആവാണ്. നമുക്കിനി 5th യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ദി റോബോട്ട് എന്നുള്ള യൂണിറ്റാണ് കേട്ടോ. അത് നമ്മൾ നെക്സ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മക്കൾ വായിച്ച് നോക്കുക. അതോടൊപ്പം തന്നെ ഡിറ്റേഷനായിട്ട് തന്നിട്ടുള്ള വേർഡ്സും മക്കൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.